KT ജഗദീശൻ മാസ്റ്ററിലേക്ക്. KT ജഗദീശൻ മാസ്റ്ററെ കൊന്നതുപോലെ ഇന്ത്യയിൽ ആരെയും കൊന്നിട്ടില്ല. KT ജഗദീശൻ മാസ്റ്ററെ കൊന്നതുപോലെ ലോകത്താരെയും കൊന്നു എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നില്ല. അത്ര ക്രൂരമായ, നിന്ദ്യമായ, സമൂഹം അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കൊലപാതകമായിരുന്നു KT ജഗദീശൻ മാസ്റ്ററുടേത്. പിഞ്ചുകുട്ടികളുടെ മുമ്പിൽ വെച്ച് എട്ടും പൊട്ടും തിരിയാത്ത ചിത്രശലഭങ്ങളെ പോലെ പാറി നടക്കുന്ന അമ്മയ്ക്കും അച്ഛനും ഉമ്മ കൊടുത്ത് താറ്റ കൊടുത്ത് ഞാൻ പോയി വരാമെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് പോയ ആ പിഞ്ചു കുട്ടികളുടെ ഹൃദയത്തിൽ രക്തത്തിന്റെ കറ, ഒരിക്കലും മായാത്ത രക്തത്തിന്റെ കറ സമ്മാനിച്ച ക്രൂരരായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കിരാതമായ കൊലപാതകമായിരുന്നു KT ജഗദീശൻ മാസ്റ്ററുടേത്. 25 വർഷം പിന്നിടുമ്പോൾ ഞാൻ ഒരു കാര്യം ഈ സദസ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം, ഈ കൊളുത്തി വെച്ച ദീപത്തിന്റെ മുമ്പിൽ വെച്ച് KT ജഗദീശൻ മാസ്റ്റർ എന്ന് പറഞ്ഞ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്റെ ആത്മാവിനോട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മാസ്റ്റർ, നിങ്ങൾ മരിച്ചിട്ടില്ല, നിങ്ങൾ മരിക്കുകയുമില്ല. മരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ലാതാവുന്നത് നിങ്ങളെ കൊലപ്പെടുത്തിയ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ നാട്ടിൽ. എന്നാൽ നിങ്ങൾക്ക് പറയുന്നത് പടവലങ്ങ പോലെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗഗൻ മാത്യുവിനെ, മധുവിനെ, ബാബുവിനെ. ഗഗൻ ബാബു ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചപ്പോ അത് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് ഇവരാരും വിചാരിക്കേണ്ടതില്ല. അതൊന്നല്ല, നിരവധി ആളുകൾ പ്രിയപ്പെട്ടവരെ, നിരവധി ആളുകൾ ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന് നിൽക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയോട് ഒപ്പം സഞ്ചരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങളെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവുണ്ടല്ലോ EP ജയരാജൻ, ഞാൻ ഈ വേദിയിൽ വെച്ച് തുറന്നു പറയുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം അവധാനത കാണിച്ചതുകൊണ്ടാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം അവധാനത കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് EP ജയരാജൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ, കേരളത്തിലെ പരിപ്പൂടയും കട്ടൻ ചായയും ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രഖ്യാപിച്ച ഈ കണ്ണൂരിലെ ജയരാജന്മാരിൽ പ്രസിദ്ധനായ DYFIയുടെ ആദ്യകാല ഏറ്റവും ആദ്യത്തെ സെക്രട്ടറിയായ EP ജയരാജൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധിയായി, ഗവർണറായോ എന്തെങ്കിലുമൊക്കെ ആയി മാറിയേനെ എന്ന് ഞാൻ വ്യക്തമായി നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞാൽ EP ജയരാജനെ കുറിച്ച് പലതും കഴിഞ്ഞ കുറച്ച് നാളായി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഞാനത് എന്റെ നാമം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിനെ പലതും അറിയുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നേതൃത്വത്തിന്റെ അവധാനത കൊണ്ടാണ്. ആ അവധാനതയില്ല, അല്ലെങ്കിൽ അവധാനത കാണിക്കാതെ കോൺഗ്രസുകാരെ പോലെ ആയിരുന്നെങ്കിൽ ഇന്ന് EP ജയരാജൻ പരിപ്പുവടയും കട്ടൻ ചായയുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവുമായിരുന്നില്ല, ഈ വേദിയിൽ നിന്ന് ഇരിക്കുമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആലപ്പുഴയിലെ G. സുധാകരനെ, അയാളുടെ പാതി മനസ്സ്, ഞാനിത് വളരെ പരസ്യമായിട്ട് പറയുന്നത്, G. സുധാകരന്റെ പാതി മനസ്സ് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമാണ് എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ പോയയാളാണ് ഞാനത് വെറുതെ പറയുന്നതല്ല. G. സുധാകരനെ കണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ഇതുവരെ ഞാൻ വെളിയിൽ പറഞ്ഞിട്ടില്ല, കാരണം ഇത് പറയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ ഇന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അധിക കാലമൊന്നുമായിട്ടില്ല. സമീപ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും വിശുദ്ധ വ്യക്തിത്വങ്ങളായിട്ട് നാം പരിഗണിക്കുന്നവരെ കാണണം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പോയി. ഏകാത്മ മാനവ ദർശനം എന്ന് പറഞ്ഞ പുസ്തകം ഈ സമീപ ദിവസങ്ങളിൽ G. സുധാകരന് ഞാൻ നൽകി. അദ്ദേഹത്തെ ക്ഷണിട്ട് ഞാൻ സ്വീകരിച്ചു. എന്നെ G. സുധാകരൻ
സ്വീകരിച്ച് അദ്ദേഹത്തെ വീട്ടിലേക്ക് എന്നെ ആനയിച്ചത് ആ സ്വീകരണം ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള സ്വീകരണമായിരുന്നു എന്ന് എനിക്ക് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ പത്നിയുമായി ഞാൻ സംസാരിച്ചു. 1 മണിക്കൂർ നേരം ജി സുധാകരന്റെ ഭാര്യയുമായി സംസാരിച്ചു. ജി സുധാകരന്റെ ഭാര്യ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞു. ഞാൻ നിങ്ങളോട് പച്ചയായ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ച ആളാണ് ജി സുധാകരനും സുധാകരന്റെ ഭാര്യ